KSRTCയിൽ ഇന്നു മുതൽ കൊറിയർ സർവീസ് നിർത്തി. സർവീസ് മോശമെന്ന് വ്യാപക പരാതി ഉയർന്നതിനെ തുടർന്നാണ് നടപടി. ആന്ധ്ര കമ്പനിയായ സിംഗു സൊല്യൂഷൻസുമായി ചേർന്നാണ് KSRTC കൊറിയർ സർവീസ് നടത്തി വന്നിരുന്നത്. സംസ്ഥാനത്തെ 48 ഡിപ്പോകളിൽ നിന്ന് സർവീസ് ഉണ്ടായിരുന്നു. 10 മണിക്കൂറിൽ കേരളത്തിൽ എവിടെയും സുരക്ഷിതമായി സാധനങ്ങൾ എത്തിക്കാമെന്നതും മറ്റ് കൊറിയർ കമ്പനികളെക്കാൾ 30% നിരക്ക് കുറവ് എന്നതും പ്രധാന ആകർഷണമായിരുന്നു. എന്നാൽ KSRTCയിലേക്ക് അടയ്ക്കേണ്ട തുക കമ്പനി കൃത്യമായി അടച്ചിരുന്നില്ല. മാത്രമല്ല, കൊറിയറുകൾ കൃത്യസമയത്ത് നൽകാനും കഴിഞ്ഞില്ല. കൊറിയർ തൊഴിലാളികൾക്ക് മാസങ്ങളായി ശമ്പളവും ലഭിച്ചിരുന്നില്ല. ഈ സാഹചര്യത്തിലാണ് സേവനം താൽക്കാലികമായി നിർത്താൻ തീരുമാനിച്ചത്. സേവനം മതിയാക്കാൻ ഏജൻസിക്ക് KSRTC നോട്ടീസ് നൽകി. ബുധനാഴ്ച മുതൽ ബുക്കിംഗ് എടുക്കേണ്ടെന്നാണ് ജീവനക്കാർക്ക് നൽകിയ നിർദ്ദേശം. നിലവിലെ ബുക്കിംഗ് അനുസരിച്ചുള്ള സാധനങ്ങൾ മാത്രം എത്തിച്ചു നൽകും. അതേസമയം കൊറിയർ സർവീസ് നടത്തിപ്പിന് പുതിയ ടെൻഡർ ക്ഷണിക്കാനാണ് KSRTC തീരുമാനം. കമ്പനികൾ വന്നില്ലെങ്കിൽ കോർപ്പറേഷൻ സ്വന്തം നിലയ്ക്ക് സർവീസ് നടത്തും. ആദ്യം KSRTC സ്വന്തം നിലയ്ക്കാണ് കൊറിയർ സർവീസ് വിജയകരമായി നടത്തിയിരുന്നത്. നല്ല വരുമാനവും ലഭിച്ചിരുന്നു. പിന്നീട് KB ഗണേഷ് കുമാർ മന്ത്രിയായ കാലത്താണ് സ്വകാര്യ കമ്പനിയെ ഏൽപ്പിച്ചത്. സർവീസ് കൂടുതൽ പ്രൊഫഷണൽ ആക്കാനാണ് നടപടിയെന്നായിരുന്നു അന്നത്തെ വിശദീകരണം. ന്യൂസ് ഡെസ്ക് TCV.